സ്നേഹപൂർവ്വം ക്ഷമ സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ പ്രിയങ്ക മുത്തശ്ശിയോട് പറയണേ, മുത്തശ്ശി അവർ തല്ലുപിടിച്ച സമയത്തുണ്ടല്ലോ ഞാൻ ചെടികൾക്കിടയിൽ മറഞ്ഞിരിക്കുമായിരുന്നു. മുത്തശ്ശി ഒന്ന് ഉറക്കെ വിളിക്കാൻ പോലും എന്നെ കൊണ്ട് പറ്റിയില്ല. അങ്ങനെ ഞാനിവിടെ ഒളിച്ചിരിക്കുന്ന കാര്യം അവർ കണ്ടുപിടിക്കില്ലേ? അല്ല, മുത്തശ്ശി ഇപ്പോൾ എവിടെയാ? ആറ്റുവേശ്വരിലെത്തിയോ? എത്തിയിട്ടില്ല, ഞാൻ ആറ്റുവേശ്വരുടെ പുറത്ത് നിൽക്കുവാണ്. എന്നാൽ മുത്തശ്ശേരി കാര്യം ചെയ്യ്, അകത്തേക്ക് ചെല്ല്, എന്നിട്ട് ഭക്ഷണമൊക്കെ കഴിച്ച് കുറച്ച് നേരം ഒന്ന് കിടന്ന് വിശ്രമിക്കുക. ഈ സമയം സുകുമാരി പറയുന്നുണ്ട്, അത് ഞാൻ നോക്കിക്കോളാം. പിന്നെ നീ ഒരു കാരണവശാലും അവിടെ നിന്ന് ഇറങ്ങാൻ പാടില്ല കേട്ടോ. അവിടെ തന്നെ നിൽക്കണം. നീ ആഗ്രഹിച്ച അധികാരത്തിൽ അവിടെ തന്നെ നീ ജീവിക്കണം. അന്നേരം പ്രിയങ്ക പറയണേ, ഇനി എനിക്കെന്താണെങ്കിലും ബുദ്ധിക്ക് സ്ഥിരതയില്ലാത്തവളെ പോലെ ഇവിടെ അഭിനയിക്കാനൊന്നും പറ്റില്ല. എല്ലാവരും കൈയോടെ തന്നെ പിടികൂടിയില്ലേ? ഇനി ഇവിടെ ഞാൻ എങ്ങനെ പിടിച്ചു നിൽക്കുമെന്ന് ആലോചിക്കുന്നത്. അന്നേരം മുത്തശ്ശി പറയണേ, നീ ധൈര്യമായിട്ടിരിക്കേ. നീ ഭൂമി ഇടിഞ്ഞു വീഴുമെന്ന് പറഞ്ഞാലും അവിടെ നിന്ന് ഇറങ്ങി വരാതെ അവിടെ തന്നെ പിടിച്ച് നിന്നാൽ മതി. നാളെ ഞാൻ എന്ത് വേണമെന്ന് ആലോചിച്ച് ഒരു വഴി ഉണ്ടാക്കിയിട്ട് നിന്നെ കാണാൻ വരാം. ശരി മുത്തശ്ശി. അങ്ങനെയൊക്കെ പറഞ്ഞാൽ പ്രിയങ്ക ഫോൺ കട്ട് ചെയ്യുവാണ്. ഈ സമയം സുകുമാരിയമ്മ ഗേറ്റിൻ്റെ അങ്ങോട്ടേക്ക് വന്ന് നോക്കുവാണ്. അന്നേരം ദേവനും യശോദയും പുറത്തു നിന്ന് സംസാരിക്കുന്നത് കാണുവാണ്. അത് കാണുന്നതും സുകുമാരിയമ്മ കൂളായിട്ട് തന്നെ അകത്തേക്ക് കയറി വരുവാണ് കേട്ടോ. അങ്ങനെ സുകുമാരിയമ്മ ഒറ്റയ്ക്ക് വരുന്നത് കൊണ്ട് പ്രിയങ്ക എവിടെയെന്ന് ആലോചിച്ച് നിൽക്കുവാണ് ദേവനും യശോദയും. അമ്മേ, പ്രിയങ്ക എവിടെ? അന്നേരം ദേവൻ ചോദിക്കണേ, അമ്മയോടല്ലേ ചോദിച്ചത്? അമ്മയുടെ ഒപ്പം വന്ന പ്രിയങ്ക മോൾ എവിടെയാന്ന്? കളിമകളിൽ നടന്ന കാര്യങ്ങളെല്ലാം അവിടെ ഉള്ളവർ ഞങ്ങളെ വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. രണ്ടുപേരും എല്ലാ കളക്കത്തരവും മനസ്സിലാക്കി അവിടെ നിന്ന് പുറത്താക്കിയതല്ലേ. എന്നിട്ട് അമ്മ ഇപ്പോൾ മാത്രം ഒറ്റയ്ക്ക് വന്നതെന്താ? പ്രിയങ്ക എവിടെയെന്നാണ് ചോദിച്ചത്? അന്നേരം സുകുമാരി പറയണേ, ഇത് കൊള്ളാം. നീയല്ലേ നിൻ്റെ മോളെ കണിമംഗലത്തേക്ക് കല്യാണം കഴിപ്പിച്ച് അയച്ചു കൊടുത്തത്? അപ്പോൾ അവിടെയല്ലേ ജീവിക്കേണ്ടത്. അതുകൊണ്ട് അവൾ അവിടെ തന്നെ ഉണ്ടാവും. അമ്മ എന്തൊക്കെയാണ് പറയുന്നത്? നിങ്ങൾ രണ്ടുപേരെയും അവിടെ നടത്തിയിറക്കി വിട്ടതല്ലേ. പിന്നെ എങ്ങനെയാണ് പ്രിയങ്ക അവിടെ തന്നെ ഉണ്ടാവുമെന്ന് അമ്മ പറയുന്നത്? അവൾ ഒരു പെൺകുട്ടിയാണ്, അമ്മ അതെങ്കിലും ഓർക്കണം. നിനക്കൊക്കെ ഇപ്പോഴാണല്ലോ ഇങ്ങനൊരു ചിന്ത വന്നത്. അതേടി, അവളൊരു പെൺകുട്ടി തന്നെയാണ്. അവൾ കല്യാണം കഴിഞ്ഞ സ്ഥിതിക്ക് അവൾ ജീവിക്കേണ്ടത് അവളുടെ ഭർത്താവിൻ്റെ ഒപ്പമാണ്. അവളുടെ ആ ജീവിതം അവനൊപ്പം ആക്കാൻ വേണ്ടി നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഒരു ചെറുപേരിലെങ്കിലും അനക്കിയിട്ടുണ്ടോ? ഇല്ലല്ലോ. നിങ്ങൾക്ക് എവിടെ നിന്ന് വലിഞ്ഞേറി വന്നവളായിരുന്നല്ലോ വലുത്. പ്രിയങ്കയുടെ ഭർത്താവുമായിട്ട് അവളെ ഒന്നിപ്പിക്കാൻ നിങ്ങൾ ശ്രമിച്ചിട്ടുണ്ടോ? ഒന്നും ചെയ്തിട്ടില്ല. എന്നിട്ടിപ്പോൾ അവളെക്കുറിച്ച് അന്വേഷിക്കാൻ വന്നിരിക്കുന്നു. അന്നേരം ദൈവം പറയണേ, അമ്മേ ദേവമ്മ കാര്യമൊന്നും അറിയാത്ത പോലെ സംസാരിക്കരുത്. വരുണിൻ്റെ ജീവിതത്തിൽ പ്രിയങ്കയ്ക്കൊരു സ്ഥാനവും ഇല്ല. വരുൺ പ്രിയങ്കയെ സ്നേഹിച്ചിട്ടുമില്ല. പിന്നെ എന്തടിസ്ഥാനത്തിൻ്റെ പേരിലാണ് ഞങ്ങൾ വരുണിനെ പ്രിയങ്കയെ ഒന്നിപ്പിക്കേണ്ടത്? അമ്മ മര്യാദക്ക് പ്രിയങ്ക എവിടെയുള്ളതെന്ന് പറ. അതെ, നീ ചോദിച്ച ചോദ്യത്തിന് ഞാൻ ഉത്തരം പറഞ്ഞു കഴിഞ്ഞു. പ്രിയങ്ക അവൾ ജീവിക്കേണ്ട സ്ഥലത്ത് തന്നെയാണ് ഉള്ളത്, കണിമംഗലത്ത്. അങ്ങനെ പറഞ്ഞ് മുത്തശ്ശി അകത്തേക്ക് കയറി പോകുവാണ്. ഈ സമയം യശോദ ചോദിക്കണേ, അമ്മ എന്തൊക്കെയാണ് ദേവിയോട്ട് ഈ പറയുന്നത്? ആർക്കറിയാം. എന്നാണെങ്കിലും അമ്മ പറയുന്നത് കേട്ട് നമുക്ക് അങ്ങനെ ഇരിക്കാൻ പറ്റുമോ? നമുക്കെന്നാണെങ്കിലും രാധിക മോളെ ഒന്ന് വിളിക്കാം, അവിടുത്തെ കാര്യങ്ങൾ എന്താണെന്ന് ചോദിക്കാം. പിന്നീട് കാണിക്കുന്നത് വരുണും രാധികയും കൂടി റൂമിൽ കിടന്നുറങ്ങുന്നതാണ്. ഈ സമയം പുറത്ത് എന്തോ ഒരു തട്ടുമുട്ട് ഒച്ചയൊക്കെ കേൾക്കുവാണ് കേട്ടോ. അങ്ങനെ രാധിക പെട്ടെന്ന് എണീക്കുവാണ്. എന്നിട്ട് ആ ശബ്ദം കേട്ടിട്ട് വരുണിനെ വിളിച്ചെണീപ്പിക്കുക. വരുൺ എണീറ്റ്, പുറത്ത് എന്തോ ഒരു ശബ്ദം കേൾക്കുന്ന പോലെ, നമുക്കൊന്ന് ചെന്ന് നോക്കിയാലോ? തനിക്ക് തോന്നിയതാവും. അല്ല വരുൺ, ഞാൻ ശരിക്കും കേട്ടതാ. എടോ, ആ പ്രിയങ്കയും സുകുമാരിയൊക്കെ ഇവിടുന്ന് പോയല്ലോ. അവരിനിയും തിരിച്ചു വരുമോ എന്നുള്ള ഭയം തൻ്റെ മനസ്സിലുണ്ട്. ആ പേടി കൊണ്ട് തനിക്ക് തോന്നുന്നതാ. എന്നാലും നമുക്കൊന്ന് നോക്കാൻ വരുൺ. ശരി, ഇനി തന്നെ ആ ഒരു കാര്യത്തിൻ്റെ പേരിൽ സമാധാനം ഇല്ലയെന്ന് വേണ്ട, താൻ വാ. അങ്ങനെ പറഞ്ഞ വരുണിൻ്റെ അധികം കൂടി റൂമിന് പുറത്തിറങ്ങി ലൈറ്റ് ഇടുമ്പോഴായിരിക്കും കേട്ടോ അവിടെ സോഫയിൽ കാലും കയറ്റി വെച്ചിരിക്കുന്ന ആ പ്രിയങ്കനെ കാണുന്നത്. അങ്ങനെ വീടിൻ്റെ അകത്തിരിക്കുന്ന ആ പ്രിയങ്കനെ കാണുന്നതും രണ്ടുപേരും അങ്ങ് ഷോക്കായി പോകുവാണ്. വരുൺ ദേഷ്യത്തിൽ പ്രിയങ്കയുടെ അരികിലേക്ക് ചെല്ലുക. നീ എങ്ങനെയാണ് ഇവിടെ അകത്ത് കയറിയത്? നിന്നോടൊന്ന് അടിച്ചിറക്കി വിട്ടതല്ലേ? അന്നേരം പ്രിയങ്ക പറയണേ, അങ്ങനെ അടിച്ചിറക്കി വിട്ടു എന്ന് പറഞ്ഞ് എനിക്കിവിടെ നിന്ന് പോകാൻ പറ്റില്ലല്ലോ. മറ്റാരേക്കാളും കൂടുതൽ ഈ വീട്ടിൽ അധികാരമുള്ളത് എനിക്കല്ലേ. എൻ്റെ അച്ഛനെ എന്നെ ഇങ്ങോട്ടേക്ക് കല്യാണം കഴിപ്പിച്ച് വിട്ടത്. അപ്പം ഞാൻ ജീവിക്കേണ്ടത് ഭർത്താവിൻ്റെ വീട്ടിലല്ലേ. നിന്നെ എന്താ ചെയ്യണമെന്ന് എനിക്കറിയാം. ഇറങ്ങടി, മര്യാദയ്ക്ക് ഇപ്പം തിന്നോട് നിറങ്ങേ എന്ന് പറഞ്ഞ് പ്രിയങ്കയുടെ കൈ പിടിച്ച് പുറത്തേക്ക് തള്ളാൻ വേണ്ടി ശ്രമിക്കുകയാണ്ടോ വരുൺ. അന്നേരം പ്രിയങ്ക പറയണേ, തൊട്ടുപോകരുത് എൻ്റെ ദേഹത്ത്, കൈ എടുക്കും. അതെ, നിങ്ങൾ ഇത്രയും നാൾ കണ്ട ബുദ്ധിയില്ലാത്ത പ്രിയങ്കയല്ല. ഈ പ്രിയങ്കയ്ക്ക് ബുദ്ധിക്ക് സ്ഥിരത നല്ലപോലെ ഉണ്ടെന്ന് ഈ വീട്ടിലുള്ള എല്ലാവരും തന്നെ ഉറക്കൊള്ളിച്ച് കണ്ടുപിടിച്ചതാണല്ലോ. ഇത്രയും നാളും മുത്തശ്ശിയുടെ പിന്നിലെ ബുദ്ധിയില്ലാതെ ഞാൻ മറഞ്ഞു നിൽക്കുമായിരുന്നു. എന്നാൽ ഇനി അങ്ങനെയല്ല. പ്രിയങ്കയുടെ ബുദ്ധിയാണെന്ന് എന്താണെന്ന് നേർക്ക് നേർ നിന്ന് നിങ്ങൾ കാണാൻ പോകുവാണ്. ഇന്ന് പകലിനോട് ചെയ്തതുപോലെ ആരെങ്കിലും എൻ്റെ ദേഹത്ത് കൈവെക്കാൻ ധൈര്യം ഉണ്ടെങ്കിൽ അവരെ വിളിച്ചു വരുത്തിക്കോ. അപ്പം കാണാം പ്രിയങ്ക എന്താ ചെയ്യാൻ പോകുന്നതെന്ന്. എന്നിട്ട് രാധികനെ നോക്കിയിട്ട് പറയണേ, എടി ആറ്റുവശ്ശേരിലും ഇവിടെ നിന്റെ സ്ഥാനം എന്താണെന്ന് നിനക്കറിയാലോടി. നീ വെറും കുപ്പത്തൊട്ടിയിൽ നിന്ന് വന്നവളാണ്. എൻ്റെ അച്ഛനും അമ്മയോ ഒരു ഗതിയും പരഗതിയില്ലാതെ നിന്നെ എടുത്ത് വളർത്തിയത്. അതിൻ്റെ നന്ദിയെങ്കിലും കാണിക്കടി. അവിടെ വെച്ച് നീ ഭഗവാന്റെ മുമ്പിൽ വെച്ച് പറയുമായിരുന്നല്ലോ ആറ്റുവശ്ശേരിയിലുള്ളവർക്ക് വേണ്ടി ജീവൻ പോലും കളയാൻ നിനക്ക് ഒരു മടിയില്ലെന്ന്. എന്നാൽ അതിപ്പോൾ ചേടി എൻ്റെ വരുണിൻ്റെ ജീവിതത്തിൽ ഒരു തടസ്സമിട്ട് ഇങ്ങനെ വന്ന് നിൽക്കാൻ നാണമില്ലേ നിനക്ക്?
എൻ്റെ അച്ഛൻ നിന്നെ എടുത്തു വളർത്തിയതിൻ്റെ എന്തെങ്കിലും കൂടുതലൊക്കെ കാണിക്കാനുണ്ടെങ്കിൽ ഇപ്പോൾ കാണിക്കണം, എവിടെയെങ്കിലും പോയി ചത്തുകൂടിയിട്ട് നിനക്ക് എന്നൊക്കെ പറഞ്ഞ് രാധിക വളരെ മോശമായിട്ട് തന്നെ പെരുമാറുവാണ്. അതൊക്കെ കേട്ട് കലിയടക്കാനാവാതെ നിൽക്കുവാണ്ടോ വരുൺ. അന്നേരം രാധിക വരുണിനെ തടഞ്ഞു നിർത്തുന്നുണ്ട്. ഈ സമയത്തായിരിക്കും രാധികയുടെ ഫോണിലേക്ക് ദേവനാരായണൻ്റെ കോൾ വരുന്നത്. അങ്ങനെ രാധിക ഫോൺ എടുത്തിട്ട് പറയണേ അച്ഛനാണ് വിളിക്കുന്നത്. അങ്ങനെ പറഞ്ഞ് കോൾ അറ്റൻഡ് ചെയ്യുക. ഹലോ അച്ഛാ. ആ മോളെ. പ്രിയങ്കേനെയും മുത്തശ്ശിനെയും അവിടെ നിന്ന് ഇറക്കി വിട്ടു എന്ന് പറഞ്ഞിട്ട് മുത്തശ്ശി മാത്രമല്ല ഇവിടെ തിരികെ വന്നത്. പ്രിയങ്ക എത്തിയിട്ടില്ല, അവൾ എവിടെയുണ്ട്? അമ്മയോട് ചോദിച്ചപ്പോൾ അവൾ കണിമംഗലത്ത് തന്നെ ഉണ്ടെന്നാണ് പറയുന്നത്. ഈ സമയം രാധിക എന്ത് മറുപടി പറയണമെന്നറിയാതെ വരുണിനെ നോക്കി നിൽക്കുവാണ്. അന്നേരം അത് കാണുന്നതും പ്രിയങ്ക രാധികയുടെ കയ്യിൽ നിന്ന് ഫോൺ മേടിച്ചിട്ട് പറയണേ അച്ഛാ ഞാനാ പ്രിയങ്ക. അച്ഛനെന്നെ കണിമംഗലത്തേക്കല്ലേ വിവാഹം കഴിപ്പിച്ചയച്ചത്. അപ്പോൾ ഞാൻ എൻ്റെ ഭർത്താവിൻ്റെ വീട്ടിൽ എൻ്റെ ഭർത്താവിൻ്റെ അരികിൽ തന്നെയാണ് നിൽക്കുന്നത്. അതിലച്ഛൻ ടെൻഷനില്ലാതെ സമാധാനത്തോടെ ഉറങ്ങിയല്ലേ വേണ്ടത്. പിന്നെ അച്ഛാ എനിക്ക് ബുദ്ധിക്ക് സ്ഥിരതയില്ലാന്ന് കള്ളം പറഞ്ഞതാണെന്നുള്ള കാര്യം ഈ വീട്ടിലുള്ള എല്ലാവരും ചെന്ന് വളരെ കഷ്ടപ്പെട്ട് കണ്ടുപിടിച്ചിട്ടുണ്ട്. അതായത് പ്രിയങ്കയുടെ ബുദ്ധിക്ക് ഇപ്പോൾ ഒരു കുഴപ്പമില്ല, എല്ലാ കാര്യങ്ങളും നല്ല ഷാർപ്പായിട്ട് തന്നെ അറിയാം. ബുദ്ധിയുള്ള പ്രിയങ്ക എന്തൊക്കെ ചെയ്യുമെന്ന് അച്ഛന് നല്ലപോലെ അറിയാമല്ലോ. അതുകൊണ്ട് അച്ഛൻ ഇനി എൻ്റെ കാര്യം പറഞ്ഞ് സങ്കടം ഒലിപ്പിച്ചുകൊണ്ട് മേലെ വിളിച്ചു പോകരുത്. ആരൊക്കെ എന്തൊക്കെ തന്നെ ചെയ്യാൻ ശ്രമിച്ചാലും ഞാൻ ഈ കടമകലം വിട്ടു പോകില്ല. എൻ്റെ സ്ഥാനത്ത് കയറിക്കൂടാൻ വന്ന ഇവളിവിടുന്ന് അടിച്ചു പുറത്താക്കിയിട്ട് ഞാനിവിടെ വരുണിൻ്റെ ഭാര്യയായിട്ട് ജീവിക്കുക തന്നെ ചെയ്യും. ഇനി ഓരോന്നൊക്കെ പറഞ്ഞ് എൻ്റെ മനസ്സ് മാറ്റാമെന്ന് പറഞ്ഞ് മേലാൽ എന്നെ വിളിച്ചു പോകരുത്. അങ്ങനെ പറഞ്ഞ് പ്രിയങ്ക ഫോൺ കട്ട് ചെയ്യുവാണ്. എടി അച്ഛനോട് പറയാനുള്ളതെല്ലാം ഞാൻ പറഞ്ഞിട്ടുണ്ട്. അച്ഛന് കാര്യങ്ങൾ മനസ്സിലാക്കുകയും ചെയ്തിട്ടുണ്ട്. നീ ഇനി കാര്യങ്ങൾ മനസ്സിലാക്കി നാളെ തന്നെ ഇവിടെ നിന്നിറങ്ങി പൊക്കോണം. നിനക്ക് എൻ്റെ വരുണിൻ്റെ ജീവിതത്തിൽ ഒരു സ്ഥാനവുമില്ല. ഈ നിൽക്കുന്ന വരുണെ എൻ്റെ ഭർത്താവാ. നിയമപരമായിട്ട് വരുൺ താലി കെട്ടിയത് എൻ്റെ കഴുത്തിൽ മാത്രമാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ മറ്റാരേക്കാൾ അവകാശം എനിക്കാണുള്ളത്. ഈ വരുണിന് ഒരേ ഒരു ഭാര്യ മാത്രമേ ഉണ്ടാവുകയുള്ളൂ, ആറ്റുവാശ്ശേരിയിലെ ദേവനാരായണ തിരുമേനിയുടെ മകൾ പ്രിയങ്ക. ആർക്ക് ജനിച്ചു എവിടെ ജനിച്ചു എന്നറിയാത്ത നിനക്ക് വരുണിൻ്റെ ജീവിതത്തിൽ ഒരു സ്ഥാനവുമില്ല. ഞാനല്ലാതെ മറ്റൊരു പെണ്ണ് വരുണിൻ്റെ ഒപ്പം ചേർന്ന് നിൽക്കുന്നത് കൊണ്ടല്ലേ അതിനെ വിളിക്കേണ്ടത് വേറെ പേരാണ്. ആ പേര് നീ എന്നെ കൊണ്ട് വിളിപ്പിക്കരുത്. പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ, നാളെ രാവിലെ തന്നെ ഇവിടെ നിന്ന് ഇറങ്ങി പൊക്കോണം. അങ്ങനെ പറഞ്ഞ പ്രിയങ്ക അവിടെ നിന്നും പോകുവാണ്. അന്നേരം വരുൺ പറയണേ എടോ താനും മുത്തശ്ശിയൊക്കെ ഉണ്ടല്ലോ, ഇവളോട് എൻ്റെ ഭാഗത്തുനിന്ന് ഒരു പ്രശ്നം ഉണ്ടാക്കരുതെന്ന് പറഞ്ഞ് വിലക്കിയിട്ടുള്ളത് കൊണ്ടാണ് ഇവളുടെ ഈ അധിക പ്രസംഗമെല്ലാം കേട്ട് ഞാൻ ഇങ്ങനെ കടിച്ചു പിടിച്ച് നിൽക്കുന്നത്. അല്ലായിരുന്നെങ്കിൽ ഇവളിപ്പം തന്നെ ഇവിടുന്ന് കഴുത്തിന് പിടിച്ച് വെളിയിലേക്ക് തള്ളാൻ എനിക്കൊരു മടിയില്ല. അന്നേരം രാധിക പറയണേ വേണ്ട വരണം, അങ്ങനെയൊന്നും ചെയ്യേണ്ട. തൽക്കാലം അവൾ എന്താ ഉദ്ദേശിക്കുന്നതെന്ന് നമുക്കൊന്ന് കാണാം. മുത്തശ്ശി പറഞ്ഞത് തന്നെയാണ് വേണ്ടത്. ഇത് പെണ്ണുങ്ങൾ തമ്മിലുള്ള യുദ്ധമാണ്. പ്രിയങ്ക എങ്ങനെ നേരിടണമെന്ന് എനിക്കറിയാം. എന്ത് തന്നെ സംഭവിച്ചാലും ശരി വരണ്ണ ഞാൻ അവൾക്ക് വിട്ടുകൊടുക്കാൻ പോകുന്നില്ല. അവൾക്കെന്നല്ല ആർക്കും. അങ്ങനെ ഉറച്ച തീരുമാനത്തോടു കൂടി നിൽക്കുവാണ് രാധിക. ഈ സമയം ദേവനാണെങ്കിൽ സങ്കടത്തോടെ പ്രിയങ്ക പറഞ്ഞ കാര്യങ്ങളെക്കുറിച്ച് പറയുക. ദേവട്ട ഇനി നമ്മൾ എന്ത് ചെയ്യും? എങ്ങനെ ഇതിനൊരു പരിഹാരം കാണുക? അറിയില്ല. എന്താണെങ്കിലും നാളെ ഒന്ന് കടമംഗലത്തേക്ക് ചെല്ലാം. അവരോട് ചോദിക്കാം എന്താ നമ്മൾ ചെയ്യേണ്ടതെന്ന്. അവരോട് തന്നെ ചോദിക്കാം. നമ്മളിനി എന്തൊക്കെ തന്നെ പറഞ്ഞ് തിരുത്താൻ ശ്രമിച്ചാലും ശരി അതൊന്നും പ്രിയയുടെ തലയിലേക്ക് കയറില്ല. കാരുണ്യമെല്ലാം അവളുടെ മനസ്സിൽ നിന്ന് തന്നെ ഇല്ലാതാക്കി കളഞ്ഞില്ലേ നമ്മുടെ അമ്മ. പണത്തോടുള്ള ആർത്തി മാത്രമേ ഉള്ളൂ അവളുടെ മനസ്സിൽ. അങ്ങനെ പറഞ്ഞ് സങ്കടപ്പെട്ട് നിൽക്കുവാണ് കേട്ടോ ദേവൻ. പിന്നീട് കാണിക്കുന്നത് അടുക്കളയിൽ ചായയൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന പത്മിനിനെയും രാധികേനെയൊക്കെയാണ് കേട്ടോ. അങ്ങനെ രാധിക വരുണിനെ ഇന്നലെ പറഞ്ഞ് സമാധാനിപ്പിച്ചതിനെക്കുറിച്ചൊക്കെ പറയുവാണ്. കുറേ പാടുപെട്ടിട്ടാണ് വരുണ് ഞാനെന്ന് പറഞ്ഞ് അടക്കി നിർത്തിയത്. എന്താണെങ്കിലും പ്രിയങ്ക രണ്ടും കൽപ്പിച്ച് തന്നെയാണ് വന്നിരിക്കുന്നത്. ഈ സമയം പത്മിനി പറയണേ ബുദ്ധിക്ക് സ്ഥിരതയില്ല എന്നുള്ള അവളുടെ കള്ളം പൊളിഞ്ഞല്ലോ. ഇനിയപ്പം പഴയതിൽ ശക്തിയിലായിരിക്കും അവൾ ഓരോ കാര്യങ്ങൾ ചെയ്യാൻ പോകുന്നത്. അവൾ എന്ത് വേണമെങ്കിലും ചെയ്തോട്ടെ അമ്മേ. എന്ത് തന്നെയാണെങ്കിലും അതിന് ശക്തിയോട്ട് എതിരിടാനാണ് എൻ്റെ തീരുമാനം. എൻ്റെ ഭാഗത്തുനിന്ന് ഇനി അവൾക്ക് നേരെ ഒരു പരിഗണന ഉണ്ടാവില്ല. മോള് ചെന്ന് ഈ ചായ വരണം കൊണ്ടുപോയി കൊടുക്ക്. ശരിയമ്മേ. അങ്ങനെ പറഞ്ഞ് രാധിക ആ ചായം എടുത്ത് റൂമിലേക്ക് പോകാൻ തുടങ്ങുമായിരിക്കും. ഈ സമയത്തായിരിക്കോട്ടോ പ്രിയങ്ക വന്ന് മുമ്പിൽ നിൽക്കുന്നത്. അതെ ആ ചായ എനിക്ക് തന്നാൽ മതി. വരുൺ എൻ്റെ ഭർത്താവല്ലേ വരുൺ. വരുണിൻ്റെ ചായ ഞാൻ കൊടുത്തോളാം, നീ പോകേണ്ട ആവശ്യമില്ല. പ്രിയങ്കെ മുമ്പിൽ മാറി നിൽക്കും. നിന്നോടല്ലേ പറഞ്ഞത് വരുണിൻ്റെ ചായ ഞാൻ കൊടുത്തോളാമെന്ന്. ആ ചായ അവിടെ വെക്കടി. ഈ സമയം കൽപ്പനയും മുർവശിയും ഇതെല്ലാം മറിഞ്ഞു നിന്ന് കണ്ട് ആസ്വദിക്കുവാണ്ടോ. അന്നേരം പ്രിയങ്കയാണെങ്കിൽ രാധികയുടെ കയ്യിൽ നിന്ന് ബലം പ്രയോഗിച്ച് ആ ചായയൊക്കെ എടുത്ത് ഡൈനിങ് ടേബിളിലേക്ക് വെക്കുവാണ്. നിന്നോട് ഞാൻ ഇന്നലെ തന്നെ പറഞ്ഞതല്ലേ ഇന്ന് നിന്നെ ഇവിടെ വീട്ടിൽ കണ്ടുപോകരുതെന്ന്. ഇപ്പം തന്നെ നിന്നെ ഞാൻ ഇവിടെ നിന്ന് ഇറക്കി വിടും. അതിനുള്ള അധികാരം എനിക്കുണ്ട്. ഇറങ്ങിപ്പോടി ഇവിടുന്ന് എന്ന് പറഞ്ഞ് രാധികയുടെ കൈ പിടിച്ച് ബലം പ്രയോഗിച്ച് പുറത്താക്കാനായിട്ട് ശ്രമിക്കുവാണ് കേട്ടോ പ്രിയങ്ക. ഈ സമയം അത് കണ്ട് തടയാൻ വന്ന പത്മിനിനെ ഉണ്ടല്ലോ പ്രിയങ്ക തള്ളിയിടുവാണ്. അങ്ങനെ ആ കാഴ്ച കാണുന്നതും ദേഷ്യം വന്ന രാധിക പ്രിയങ്കയുടെ കരണത്തിട്ട് തന്നെ ഒന്ന് പൊട്ടിക്കുവാം. എന്നിട്ട് രാധിക പ്രിയങ്കയോട് ചോദിക്കണേ നീ എന്താണ് പറഞ്ഞത്? വരുൺ നിൻ്റെ വഴുത്തിൽ താലി കെട്ടിയെന്നോ? എടി വരുൺ എൻ്റെ വഴുത്തിലെ താലി കെട്ടിയത് നിനക്ക് നല്ല വ്യക്തമായിട്ടറിയാം. വരുൺ നീ എപ്പോഴെങ്കിലും സ്നേഹിച്ചിട്ടുണ്ടോ? വരുൺ നിന്നെ സ്നേഹിച്ചിട്ടുണ്ടോ ഇതുപോലെ നിന്ന് അധികാരം പറയാനായിട്ട്?
മുത്തശ്ശി പറയുന്നതൊക്കെ കേട്ട് കടമംഗലത്തിൻ്റെ സമ്പത്ത് കണ്ടല്ലേടി നീ ഇങ്ങോട്ടേക്ക് കയറി വന്നത്. നീ പറഞ്ഞല്ലോ അച്ഛനും അമ്മയും എന്നെ എടുത്തു വളർത്തി എന്നെ നന്ദി കാണിക്കാൻ. ആ നന്ദി ഉള്ളത് കൊണ്ട് തന്നെയാടി ഇത്രയും നാൾ നീയൊക്കെ ചെയ്തു കൂട്ടിയ പല കാര്യങ്ങൾക്കും പ്രതികരിക്കാൻ തോന്നിയിട്ടും ഒന്നും പ്രതികരിക്കാതെ മിണ്ടാതെ നിന്നത്. അന്നേരം എനിക്ക് നിന്നോടൊക്കെ പറയാനുള്ളതല്ല ഞാൻ എൻ്റെ മനസ്സിൽ തന്നെ അടക്കി വെച്ചിരിക്കുമായിരുന്നു. പക്ഷേ ഇനി അങ്ങനെയല്ല, എൻ്റെ ഭാഗത്ത് നിനി ഒരു വിട്ടുവീഴ്ച ഉണ്ടാവില്ല. രണ്ടു കൽപ്പിച്ച് തന്നെ ഞാനും ഇറങ്ങിയിരിക്കുന്നത്. അന്നേരം അതെല്ലാം കേട്ടിട്ട് പ്രിയങ്കക്ക് ദേഷ്യം കയറുക. ഓഹോ, നീ എത്ര കയലേടിയും, നിന്നെ ഞാൻ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് നീ കണ്ടോടി എന്നും പറഞ്ഞ് അവിടെയുള്ള ഒരു ഫോർക്ക് എടുത്ത് രാധികയുടെ നേരെ കുത്താനായിട്ട് വരുമായിരിക്കും. അന്നേരം അതെല്ലാം കണ്ട് ഭയന്ന് നിൽക്കുവാണ്ടോ പത്മിനി. എന്നാൽ ഈ സമയം പ്രിയങ്കയുടെ കൈ തടഞ്ഞ് ആ ഒരു ഫോർക്ക് പ്രിയങ്കയുടെ കണ്ണിന് നേരെ തന്നെ പിടിച്ച് പ്രിയങ്കയെ ഭയപ്പെടുത്തി നിർത്തുവാണ് രാധിക. അന്നേരം പ്രിയങ്കയാണെങ്കിൽ പേടിച്ച് വിറച്ച് നിൽക്കുവാണ്. ഈ സമയം രാധിക ഒരു വിധത്തിൽ പ്രിയങ്കയുടെ കയ്യിൽ നിന്ന് ആ ഫോർക്ക് വാങ്ങി വലിച്ചെറിയുവാണ്. എന്നിട്ട് പറയണേ, ഇനി നിൻ്റെ ഒരു കളിയും ഇവിടെ നടക്കില്ല പ്രിയങ്കെ. വരുണെ എൻ്റെതാണ്, എൻ്റേത് മാത്രം. വരുണിനെ ഞാൻ നിനക്കൊരിക്കലും വിട്ടുതരാൻ പോകുന്നില്ല. അന്നേരം പ്രിയങ്ക പറയണേ, നിനക്കെൻ്റെ വരുണിനെ വേണോ അല്ലേടി? എൻ്റെ പകരക്കാരിയായിട്ട് നിനക്ക് കടമംഗലത്ത് സുഖിച്ച് വാഴണം. അതിനെല്ലാം തടസ്സം ഞാനാണല്ലോ. എന്നിട്ട് അവിടെ നിന്നൊരു കത്തി എടുത്തിട്ട് പറയണേ, എല്ലാത്തിനും പ്രശ്നം ഞാനാണല്ലോ. ഞാൻ എൻ്റെ ജീവിതം തന്നെ അങ്ങ് അവസാനിപ്പിക്കാം. നിങ്ങളുടെ എല്ലാവരുടെ മുമ്പിൽ കിടന്ന് ഈ നിമിഷം തന്നെ ഞാൻ മരിച്ചു വീഴാം. പക്ഷേ എൻ്റെ മുത്തശ്ശി ഉണ്ടല്ലോ, ഒറ്റൊരെണ്ണത്തിന് സമാധാനത്തോട് ജീവിക്കാനായിട്ട് വിടില്ല. ഇപ്പം തന്നെ ഞാൻ എല്ലാത്തിനും തീർപ്പുണ്ടാക്കി തരാം എന്ന് പറഞ്ഞ് ആ കത്തി വെച്ച് സ്വയം കുത്താനായിട്ട് നിൽക്കുന്നുണ്ടോ പ്രിയങ്ക. അതുകൊണ്ട് വേണ്ട എന്നൊക്കെ പറഞ്ഞ് പത്മിനി ഭയന്ന് നിൽക്കുന്നുണ്ട്. ഈ സമയം രാധിക പ്രിയങ്കയുടെ രണ്ട് കരണത്തിട്ട് മാറി മാറി അടിച്ച് കയ്യിൽ നിന്ന് ആ കത്തിയൊക്കെ പിടിച്ച് വാങ്ങി മുടിക്ക് കുത്തിപ്പിടിച്ചിട്ട് പ്രിയങ്കയോട് പറയണേ, നിനക്ക് മടിക്കാൻ ഒരു മടിയില്ലെന്നല്ലേ പറഞ്ഞത്? നീ എന്താന്ന് വെച്ചാൽ കാണിച്ചോടി, അതിലെനിക്ക് ഒരു കുഴപ്പമില്ല. പക്ഷേ അതൊന്നും ഈ കണിമംഗലത്ത് വെച്ച് നടക്കില്ല. കണിമംഗലത്തിന് പുറത്തു പോയിട്ട് നീ മരിക്കുകയോ ജീവിക്കുകയോ എന്താന്ന് വെച്ചാൽ ചെയ്യും. ചാകാൻ മടിയൊന്നുമില്ല എന്ന് നീ പറഞ്ഞല്ലോ. ഈ നിലക്ക് തുടർന്നു പോയാലേ ഈ കുടുംബത്തിനും എൻ്റെ വരനും വേണ്ടി ഞാൻ തന്നെ നിന്നെ കൊല്ലും. കേട്ടോടി എന്ന് പറഞ്ഞ് പ്രിയങ്ക ഒറ്റ തള്ളുവാണ്ടോ രാധിക. അന്നേരം രാധികയെ നോക്കി ദേഷ്യത്തിലെ കലിയടക്കാനാവാതെ നിൽക്കുന്ന പ്രിയങ്കേനെ കാണിച്ചുകൊണ്ടാണ് എപ്പിസോഡ് തീരുന്നത്. പിന്നീട് പ്രമോയിൽ കാണിക്കുന്നത് അവിടെ നടന്ന കാര്യങ്ങളെല്ലാം പ്രിയങ്ക അപ്പം തന്നെ വിളിച്ച് മുത്തശ്ശിയോട് പറയണേ, മുത്തശ്ശി എന്തൊക്കെ ഞാൻ ചെയ്യാൻ ശ്രമിച്ചിട്ടും അതൊന്നും അങ്ങ് ഏൽക്കുന്നില്ല. ആ രാധികയുണ്ടല്ലോ, അവൾ രണ്ടും കൽപ്പിച്ചാൽ അവൾ വേണ്ടി വന്ന വരണ്ടൊപ്പം ജീവിക്കാനായിട്ട് എന്നെ ഇല്ലാതാക്കാൻ വരെ ശ്രമിക്കും മുത്തശ്ശി. നമ്മുടെ കളിയൊന്നും ഇനി പഴയതുപോലെ നടക്കുമെന്ന് തോന്നുന്നില്ല. അന്നേരം മുത്തശ്ശി പറയണേ, നീ വിഷമിക്കാതിരിക്കേ, അങ്ങനെ നമുക്ക് തോറ്റ് പിന്മാറാൻ പറ്റില്ലല്ലോ. നീ എന്താണെങ്കിലും പുറത്തേക്ക് വാ, നമുക്ക് ഒരാളെ കാണാൻ പോകണം. ഞാനും ഇപ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങാം. അങ്ങനെ പറഞ്ഞ് മുത്തശ്ശി ഇറങ്ങാനായിട്ട് റെഡിയാകുവാണ്. ഈ സമയം മുത്തശ്ശി പുറത്തേക്ക് പോകാൻ നിൽക്കുന്നത് കണ്ട് യശോദ ചോദിക്കണേ, അല്ല അമ്മ ഇതെങ്ങോട്ടേക്കാണ് പോകുന്നത്? അന്നേരം മുത്തശ്ശി ചോദിക്കണേ, അല്ല നീ ദേവനെന്താ നിന്നെ പറഞ്ഞ് ഏർപ്പാടാക്കിയിരിക്കുവാണോ? ഞാൻ എവിടെ പോകുന്നു, എന്തിനു പോകുന്നു എന്നൊക്കെ അന്വേഷിക്കാനായിട്ട്. ദേവട്ടൻ എന്നെ ഒന്നും പറഞ്ഞേൽപ്പിച്ചിട്ടില്ല. എന്നാൽ നീ കേട്ടോ, എനിക്കിഷ്ടമുള്ളിടത്ത് ഞാൻ പോകും, ഇഷ്ടമുള്ളവരെ കാണും. ഇതേ എൻ്റെ വീടാ, എന്നെ ചോദ്യം ചെയ്യാൻ ആരും നിൽക്കണ്ട എന്നും പറഞ്ഞ് മുത്തശ്ശി അവിടെ നിന്ന് ഇറങ്ങുവാണ്. ഈ സമയം യശോദ ദേവനോട് പോയി അമ്മ ഇവിടുന്ന് പോയ കാര്യം പറയുവാണ്. ഇനി എന്ത് പ്രശ്നം ഉണ്ടാക്കാനാണോ അമ്മ ഇവിടുന്ന് പോയത് എനിക്ക് അറിയില്ല ദേവേട്ടം. ഇതേസമയം അവിടെ കണിമംഗലത്ത് നിന്ന് പ്രിയങ്കയും പുറത്തേക്ക് ഇറങ്ങുന്നുണ്ട്. അന്നേരം ഉർവശിയും കൽപ്പനയ്ക്ക് പ്രിയങ്കയുടെ അരികിലേക്ക് ചെല്ലുക. പ്രിയങ്കെ, നീ എങ്ങോട്ടായി പോകുന്നത്? നീ എന്തെങ്കിലും തീരുമാനം എടുത്തിട്ടാണോ ഇവിടുന്ന് പോകുന്നത്? അന്നേരം പ്രിയങ്കയാണെങ്കിൽ അവർക്ക് മറുപടിയൊന്നും കൊടുക്കാതെ അവിടെ നിന്നും ഇറങ്ങുവാണ്. പിന്നീട് കാണിക്കുന്നത് മുത്തശ്ശിയും പ്രിയങ്കയും കൂടി CI സാറിനെ കാണാനായിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുന്നതാണ് കേട്ടോ. അന്നേരം അയാൾ കാറിനെ അവരുടെ അരികിലേക്ക് വന്ന് നിൽക്കുന്നുണ്ട്. ഈ സമയം പ്രിയങ്ക വീണ്ടും പഴയതുപോലെ ബുദ്ധിക്ക് സ്ഥിരതയില്ലാത്തതുപോലെ ഉണ്ടോ അയാളുടെ മുമ്പിൽ നിൽക്കുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ പ്രമോയിൽ കാണിക്കുന്നത്. ഈ ഒരു റിവ്യൂ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ. ഇതുപോലുള്ള കൂടുതൽ റിവ്യൂസിനായിട്ട് ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടി സപ്പോർട്ട് ചെയ്യണേ. താങ്ക്